ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ IPL ഓപ്ഷൻ 2025 കഴിഞ്ഞു. അപ്പോൾ 10 ടീമിനും അവർ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നതൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. ഓരോ ടീമിലെയും പ്രോബബിൾ 11 ഏതൊക്കെ ആയിരിക്കും, ആരൊക്കെ ഇറക്കാനുള്ളൊരു സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ആരൊക്കെ പ്ലേ ഓഫിൽ കയറാൻ പറ്റുമായിരിക്കും, ആര് കപ്പടിക്കും, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഇത്രയും കോടി മുടക്കി അവർ ചെയ്തതല്ലേ, അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അതിൽ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അവർ ഒന്ന് ഹെൻറിച്ച് ക്ലാസ് പുള്ളിനെ നിലനിർത്തിയേക്കായിരുന്നു. 23 കോടി കൊടുത്ത് പുള്ളിനെ നിലനിർത്തിയതാണ്. പാറ്റ് കമ്മിൻസ് നമ്മൾ കണ്ടതാണ്, തീ പാർന്ന ഏറായി, പുള്ളിയാണ് ക്യാപ്റ്റൻ. അപ്പോൾ ആ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റായ നയിക്കുന്നത് പാറ്റ് കമ്മിൻസ് ആയിരിക്കും. പിന്നെ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, നിതീഷ് റെഡ്ഡി, ഇത്രയും പേരെയാണ് അവർ നിലനിർത്തിയത്. എടുത്തതിൽ മറ്റേ ഓപ്ഷനിൽ കിട്ടിയ ഏറ്റവും അടിപൊളി ആളാണ് ഇഷാൻ കിഷൻ. 11 കോടിക്ക് കിട്ടി, വർത്താണ്. അടിപൊളിയായിട്ട് അവരുടെ ബാറ്റിംഗ് ലൈന് പല്ലേലെ പൊളിയാണ്. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, പിന്നെ ക്ലാസൻ മോനെ, അതിലേക്ക് ഇഷാൻ കിഷനും കൂടി വന്നു കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഓപ്പണിങ് പക്കയായിട്ടുണ്ട്. പിന്നെ ഷമ്മീനെ കിട്ടി. മറ്റേ പാറ്റ് കമ്മിൻസ് ബോളിംഗ് നേരെ നയിക്കുമ്പോൾ, അതായത് ഒരു 4 ഓവർ പാറ്റ് കമ്മിൻസ് അറിയും, പിന്നെ 4 ഓവർ മുഹമ്മദ് ഷമിക്ക് അറിയാനുണ്ട്, 8 ഓവർ സെറ്റായില്ലേ. പിന്നെ ആണെങ്കിൽ സ്പിന്നിലേക്ക് വന്ന രാഹുൽ ചഹറുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ IPL വേറെ ഉണ്ടായ അവർക്ക് പ്രത്യേകിച്ച് ഭുവനേശ്വർ കുമാറിനെ, നടരാജനെ കളഞ്ഞ്. അപ്പോൾ പക്ഷേ അവരെ കളഞ്ഞെങ്കിൽ അതിലേക്ക് വന്നതാണ് ഷമ്മി. വന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ ഹർഷൽ പട്ടേലിനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹർഷൽ പട്ടേലിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ 2 ലെഗ് സ്പിന്നേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് രാഹുൽ ചഹറും, ഒന്ന് ആദം സാംബയും. രാഹുൽ ചഹറിന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ആദം സാംബ മറ്റേ നമ്മൾ ഓൾറെഡി കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഓവർസീസ് പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട്. പക്ഷെ എന്നാലും സാധ്യത, ചാൻസ് കിട്ടി പുള്ളി മര്യാദയ്ക്ക് കളിക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. പിന്നെ ഒരു അഭിനവ് മനോഹറിനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ അബ്ദുൽ സമദ് കളിച്ച റോളില്ലേ, ആ റോള് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തത് അബ്ദുൽ സമദ്. പക്ഷേ ഒരു 20-20 പ്ലെയർ നമുക്ക് അത്ര ഒരു കൺസിസ്റ്റൻസി ഇല്ല. പുള്ളി ഒരു 20-30 റണ്ണൊക്കെ എടുത്ത്, അപ്പോൾ ആ ഒരു റോളിലേക്കാണ് അഭിനവ് മനോഹറിനെ കൊണ്ടുവന്നേക്കണേ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രോബബിൾ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വന്നാലും അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇവന്മാരായിരിക്കും ഓപ്പണിംഗ് വരിക. ഇഷാൻ കിഷനെ മിക്കവാറും 1 ഡൗൺ ഇറക്കാനാണ് സാധ്യത. പിന്നെ നിതീഷ് റെഡ്ഡി ഉണ്ട്, പിന്നെ ഹെൻറിച്ച് ക്ലാസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് സച്ചിൻ ബേബി. സച്ചിൻ ബേബിക്ക് പ്രോബബിൾ 11 കിട്ടാൻ ഒരു ഇതുണ്ടെന്ന് അറിയാം. നമ്മൾ കേരളക്കാരെ നമുക്കറിയാം, പുള്ളി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ കൺസിസ്റ്റൻസിയും നമ്മുടെ നന്നായിട്ട് കളിക്കുന്നുണ്ട് രഞ്ജി. അപ്പോൾ സച്ചിൻ ബേബിക്ക് ഒരു സാധ്യത കിട്ടാൻ, അല്ലെങ്കിൽ ചാൻസ് കിട്ടാൻ. അപ്പം കൂടുതൽ നമ്മൾ മലയാളികൾ മൊത്തം നമ്മൾ രാജസ്ഥാൻ റോയൽസിനെയാണല്ലോ നമ്മുടെ ഫാൻസ്. അപ്പോൾ ഈ തവണ കുറച്ച് സൺറൈസേഴ്സിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പിന്നെ കളിക്കാൻ പറ്റിയ ആളാണ് അഭിനവ് മനോഹർ. പാറ്റ് കമ്മിൻസ് ഉറപ്പാണ്. ഹർഷത് പട്ടേലിന് കിട്ടും. പിന്നെ മുഹമ്മദ് ഷമി, പിന്നെ രാഹുൽ ചഹർ. ഇതായിരിക്കും ഒരു പ്രോബബിൾ 11. പിന്നെ നമുക്ക് ഇമ്പാക്ട് പ്ലെയർ റൂളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ചേഞ്ച് ചെയ്ത് വരാനൊക്കെ സാധ്യതയുണ്ട്. എന്നാലും സൺറൈസേഴ്സ് ഇതാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അനാലിസിസിൽ പ്ലേ ഓഫ് കളിക്കാൻ പറ്റിയ ഒരു ടീമാണ്. അത്രയും ടീമുണ്ട്, സെറ്റ് ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഞാൻ അവർ എന്തായാലും പ്ലേ ഓഫിൽ ഉണ്ടാകും എന്നുള്ളൊരു നിഗമനമാണ് ഇടുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ടീം നോക്കുകയാണെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസ്. എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്തൊരു ടീമാണ്. അവർ ഇത്തവണ പൈസ അവരാണ് ടോപ്പ് ബൈ നടത്തിയത്. ഋഷഭ് പന്തിനെ മേടിച്ചത് നമ്മളൊരു 30 കോടിക്ക് മേലെ പോകുന്നൊക്കെ വിചാരിച്ചാണ് ഋഷഭ് പന്ത്. പക്ഷേ 27 കോടിക്ക് അവർ മേടിച്ചു. പക്ഷെ അതുകൊണ്ട് അത് മേടിച്ച് കാശ് കുറേ കളഞ്ഞതുകൊണ്ട് തന്നെ വേറെ കുറച്ച് ആൾക്കാർ ഒന്നും മേടിക്കാനുള്ള കാശ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. മൊത്തം 24 പേരെയാണ് ടീമിൽ എത്തിച്ചിട്ടുണ്ട്. അത് നിലനിർത്തിയവരാരൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മുടെ നിക്കോളാസ് പുറാൻ, പിന്നെ രവി ബിഷ്ണോയ്, മായങ്ക് യാദവ്, ഒരു മോഹ്സിൻ ഖാൻ, ആയുഷ് ബദോണി, ഇത്രയും പേരെയാണ് അവർ നിലനിർത്തിയത്. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഋഷഭ് പന്തിൻ്റെ കാര്യം തന്നെയാണ് മേജർലി ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം തന്നെ കുറേ പൈസ കൊടുത്ത് ആൾക്കാരെ മേടിച്ചുകൊണ്ട് തികയ്ക്കാൻ വേണ്ടി കുറേ 30 ലക്ഷം രൂപ കുറേ ആൾക്കാർ എടുക്കേണ്ടി വന്നു. അവരൊക്കെ അതായത് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ കുറവാണ് ഇവർക്ക്. പിന്നെ മർക്ര, എയ്തൻ മർക്ര ഉണ്ട്, മിച്ചൽ മാർഷ് ഉണ്ട്.
ഇവന്മാരെ കളിക്ക് എങ്ങനെയാണ് നന്നായിട്ട് അത് നമ്മളൊരു ആ കളി കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവന്മാരൊക്കെ നന്നായിട്ട് കളിക്കുകയോ ഇല്ലയോ അതനുസരിച്ച് നമുക്ക് പറയുള്ളൂ. പക്ഷേ ഒരു പ്രോപ്പർ 11 നമ്മൾ പറയുകയാണെങ്കിൽ എയ്തൻ മാർക്കർ ഉണ്ടാവും, പിന്നെ മിച്ചൽ മാർഷ് ഞാൻ പറഞ്ഞ പോലെ, പിന്നെ ഋഷഭ് പന്ത് ഉണ്ട്, നിക്കോളസ് പൂറാൻ ഉണ്ട്, ഡേവിഡ് മില്ലർ ഉണ്ട്. ഡേവിഡ് മില്ലർ നല്ലൊരു ബൈ ആയിരുന്നു കേട്ടോ. ഡേവിഡ് മില്ലർ എന്താ പറയുക, ഭയങ്കര ഒരു നമുക്കൊരു എന്താ പറയുക, പുള്ളി വളരെ ആത്മാർത്ഥമുള്ളൊരു കളിക്കാരനാണ്. പുള്ളിനെ കിട്ടിയത് നല്ലൊരു കാര്യമാണ്. പിന്നെ ആയുഷ് ബദോണി, അബ്ദുൽ സമദ്, ഷഹബാസ് അഹമ്മദ്, രവി ബിഷ്ണോയി, മോഹസിൻ ഖാൻ, ആവേശ് ഖാൻ, മായങ്ക് യാദവ് എനിക്ക് തോന്നുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് രവി ബിഷ്ണോയി നോക്കിക്കോളും. പക്ഷെ ഒരു ആവേശ് ഖാനൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ആവേശ് ഖാനൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത ആളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻ എന്തായാലും ഋഷഭ് പന്ത് തന്നെയായിരിക്കും. നിക്കോളസ് പൂറാനൊക്കെ നല്ല പ്ലെയറാണ്, പക്ഷേ ഇതെന്ന് പറയാം പുള്ളിയുടെ ഡേ ആണെങ്കിലാണ് പുള്ളി കളിക്കുള്ളൂ. അങ്ങനത്തെ കുറേ കുഴപ്പമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവരൊരു എന്താ പറയുക, എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കൂടി ആവാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഇവരൊരു പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റിയൊരു ടീമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. പിന്നെ അറിയില്ല, പിന്നെ കളിയൊക്കെ വരുമ്പോൾ അതനുസരിച്ചിരിക്കും, കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ടീം വിളിച്ചെടുത്ത ഒരു ലെവലിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒട്ടും ഞാൻ ഇവർ പ്ലേ ഓഫ് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലേലം വിളി മുംബൈയുടെ ആയിരുന്നു. നല്ല ടീമാണ് അവർ ഓൾറെഡി ഹോൾഡ് ചെയ്തത്, അതല്ലെങ്കിൽ റിട്ടൈൻ ചെയ്തത് നല്ല നമുക്കറിയാലോ. ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, രോഹിത് ശർമ്മ, തിലക് വർമ്മ. മോനെ ഒന്നും പറയാനില്ല, തിലക് വർമ്മയ്ക്കാണെങ്കിൽ പീക്കിലാണ് നിൽക്കണേ. പിന്നെ ആണെങ്കിലോ ലേലം വിളിച്ചെടുത്ത ആൾക്കാരാണെങ്കിൽ ട്രെൻഡ് ബോൾട്ടൊക്കെ. അപ്പം തന്നെ അതായത് ബുംറയ്ക്ക് ബാക്ക് ചെയ്യാൻ ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല അവർക്ക് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അത് ബോൾട്ട് ഈ തവണ നികത്തിക്കോളും. ബുംറേനെ തന്നെ 4 ഓവർ അവന്മാർ സഹിക്കില്ല. പിന്നെ ബോൾട്ടും കൂടി വരുമ്പോൾ ബോൾട്ട് ഈ പവർ പ്ലേയിലൊക്കെ വളരെ റൺസ് വളരെ കുറച്ച് കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ബോൾട്ടോടെ വന്നു കഴിയുമ്പോൾ ടീം ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റായി. പിന്നെ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റയാൻ റിക്കൾട്ടൺ, റോബിൻ മിൻസ്, കിഷ്ണൻ, ശ്രീജിത്ത്, ഇത്രയും 3 കീപ്പേഴ്സിനെയാണ് ഇവർ എടുത്തേക്കുന്നത്. അതിൽ റോബിൻ മിൻസിനെയോ റയാൻ റിക്കൾട്ടനെയോ മാറ്റി മാറ്റി കളിപ്പിക്കാനാണ് സാധ്യത. പിന്നെ ഒരു അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ എടുത്തിട്ടുണ്ട്, അള്ള ഗസൻഫർ. ഓൾറെഡി സാറ്റ്നർ ഉണ്ടല്ലോ. അപ്പം ഈ അള്ള ഗസൻഫർ ഈ പറഞ്ഞ പോലെ റഷീദ് ഖാൻ്റെ പിൻഗാമി എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. പുള്ളീനെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മോനെ 2 ഫാസ്റ്റ് ബോളേഴ്സ് ഇവന്മാർ 2 കൂടി നല്ല സ്പിൻ അറിഞ്ഞു കഴിഞ്ഞാൽ 4x4 16 ഓവർ അങ്ങ് മാറി. അവർ അടിപൊളിയായിരിക്കും. പിന്നെ ഇവന്മാർ അടിക്കാനുള്ളതൊക്കെ രോഹിത് ശർമ്മയും മറ്റു ഇവന്മാരും കൂടി നോക്കിക്കോളും. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ടീമാവും. പിന്നെ ഈ പറഞ്ഞ പോലെ പരിക്ക് ആർക്കെങ്കിലും നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സ് ആർക്കെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ പെടും. ഈ പറഞ്ഞ പോലെ സബർക്കാനുള്ള ആൾ കുറവാണ്. നല്ലൊരു ഇതേ ഇപ്പോൾ ടീം സെറ്റാണ്. 11 പ്രോബബിൾ ഞാൻ പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മ, പിന്നെ വിൽ ജാക്സിനെ എടുത്തിട്ടുണ്ട്. വിൽ ജാക്സ്, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, നമാൻഡിർ എന്ന് പറഞ്ഞൊരുത്തിനുണ്ട് കേട്ടോ, പോകാൻ കയറാൻ സാധ്യതയുണ്ട്. പിന്നെ ഹാർദിക് പാണ്ഡ്യ, റോബിൻ മിൻസ്. ഞാൻ പറഞ്ഞല്ലോ റോബിൻ മിൻസ് വരികയാണെങ്കിൽ റോബിൻ മിൻസ് ആയിരിക്കും. പിന്നെ ദീപക് ചഹർ, സാറ്റ്നർ. ദീപക് ചഹർ ഉണ്ട് കേട്ടോ. ദീപക് ചഹർ കൂടി വന്നു കഴിഞ്ഞാൽ 5 ഓവർ ഇപ്പം തീർന്നില്ല. 20 ഓവർ എറിയാനുള്ള ആൾക്കാരെ അവർക്കുണ്ട്. ദീപക് ചഹർ, സാറ്റ്നർ, ബുംറ, ബോൾട്ട്, പിന്നെ ഈ അള്ള ഗസൻഫർ ഇവരറിഞ്ഞു കഴിഞ്ഞാൽ ബോളിങ് സെറ്റാണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറാൻ പറ്റിയ ടീമിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറയുന്നില്ല, പ്ലേ ഓഫിൽ കയറാൻ പറ്റിയ ഒരു ടീമിൽ ഒരാൾ ഇവരാണ്. മുംബൈ ഇന്ത്യൻസ് ആണ്. പിന്നെ നമ്മൾ ഗുജറാത്തിലേക്ക് പോവുകയാണെങ്കിൽ അവർ നിലനിർത്തിയത് റഷീദ് ഖാൻ, ഗില്ല്, സായി സുദർശൻ, രാഹുൽ തെവാട്ടിയ, ഷാരൂഖ് ഖാൻ. ഇത്രയും പേരെയാണ് അവർ നിലനിർത്തിയത്. അതിൽ അവർക്ക് ഗോളടിച്ചത് ബട്ട്ലറെ കിട്ടിയതാണ്. മോനെ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. ബട്ട്ലർ പോയത് എനിക്ക് ഭയങ്കര വിഷമമായി. ബട്ട്ലർ ഇവർക്ക് കിട്ടിയല്ലോ. ബട്ട്ലറെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വിക്കറ്റ് കീപ്പർ, ബാറ്റ്സ്മാൻ, ഓപ്പണർ, ആ റോളെല്ലാം നികത്തി വരും. അവർ നന്നായിട്ട് ലേലം വിളിച്ചൊരു ടീമാണ്. പിന്നെ അവർക്ക് വാഷിങ്ടൺ സുന്ദർ കിട്ടി. പിന്നെ പിന്നെ ഉണ്ട് ഗ്ലെൻ ഫിലിപ്സ്, ഷെർഫാൻ, റുദർഫോർഡ്, ഇതൊക്കെ ഉണ്ട്. എന്നാലൊരു പ്രോബബിൾ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും ശുഭ്മാൻ ഗില്ല് എന്തായാലും ക്യാപ്റ്റൻ ആയിരിക്കും. ജോസ് ബട്ട്ലർ, സായി സുദർശൻ, ഷാരൂഖ് ഖാൻ,
ഗ്ലെൻ ഫിലിപ്സ്, രാഹുൽ തവാട്ടിയ. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, ഈ രാഹുൽ തവാട്ടിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ അവർ നിലനിർത്തിയൊരു ആളായിരുന്നു രാഹുൽ തവാട്ടിയ. പിന്നെ മഹിപാൽ ലോംറോ, അവൻ കയറാൻ പ്രോ ലെവലിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ റഷീദ് ഖാൻ, വാഷിങ്ടൺ സുന്ദർ, കസീഗോ റബാഡേനെ കിട്ടിയിട്ടുണ്ട്. സിറാജിനെ ഒരു നല്ല പൈസ കൊടുത്തിട്ടാണ്. പ്രസീദ് കൃഷ്ണ. അപ്പോൾ ബോളിങ്ങിൽ, ഫാസ്റ്റ് ബോളിങ്ങിൽ ഇവർ സിറാജ് റബാഡയുണ്ട്, പിന്നെ പ്രസീദ് കൃഷ്ണയുണ്ട്, പിന്നെ മറ്റേൽ റാഷിദ് ഖാൻ വരും. വാഷിങ്ടൺ സുന്ദറിനെ കൊണ്ട് റീപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സാധ്യതയുണ്ട് ഇതിൽ ഗുജറാത്ത്. പക്ഷേ എൻ്റെ ഒരു ബെസ്റ്റ് 3 ഇവരില്ല. 4ാമത്തെ പൊസിഷന് വേണ്ടി മത്സരിക്കാനായി ഇവരുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ബെസ്റ്റ് 3യിൽ വരില്ല, 4ാമത്തെ പൊസിഷൻ മത്സരിക്കാൻ ഇവരുണ്ടാവും. അതാണ് ഞാൻ പറയുകയാണെങ്കിൽ. പിന്നെ എൻ്റെ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമാണ്. 20 പ്ലെയറെയാണ് ഉള്ളൂ. ഇത്രയും കാശൊക്കെ മുടങ്ങി 20 പ്ലെയേഴ്സിനെയാണ് അവർ വിളിച്ചെടുത്തിട്ടുള്ളൂ. അതിലും 14 ഇന്ത്യൻ പ്ലെയർ, 6 ഓവർസീസ് പ്ലെയർ. ഓപ്ഷൻ വിളിച്ചതിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത വിളിച്ചൊരു ടീമാണ് രാജസ്ഥാൻ. ആദ്യത്തെ ദിവസം എത്രയാണ്, ഒന്നുമില്ല. ഞാനിങ്ങനെ ലേലം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവന്മാർ ആരെങ്കിലും വിളിക്കണ്ടേ, ഒരു മനുഷ്യനില്ല. ആ ബട്ട്ലറെ വിട്ട് കളഞ്ഞത് എനിക്ക് ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു പ്ലെയറാണ്. പിന്നെ എന്തിനാണ് അവർ വിട്ട് കളഞ്ഞതെന്ന് അറിയില്ല. ഹെറ്റ്മേയറിനെയാണ് എന്നിട്ട് നിലനിർത്തിയത്. അറിയില്ല കേട്ടോ, എന്തൊക്കെയെങ്കിലും നമുക്കറിയില്ലല്ലോ കുറേ കാര്യങ്ങൾ, ആരെയൊക്കെ വിട്ട് കളയാണ്ടിരുന്നു എന്നൊക്കെ പല ടീമിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ്. ഹെറ്റ്മേയറിനെ നിലനിർത്തിയതിന് പകരം ബട്ട്ലറെ നിലനിർത്തിയതെങ്കിൽ എനിക്ക് പേഴ്സണലി സന്തോഷമായേനെ. പിന്നെ ഈ ജുറേലിനെയൊക്കെയും 14 കോടി കൊടുത്ത് നിലനിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ചിലവർ പറയുന്നുണ്ട് ഈ ബട്ട്ലർ കളഞ്ഞത് സഞ്ജു സാംസണ് ഓപ്പണറായിട്ട് തിളങ്ങാൻ വേണ്ടിയിട്ടാണെന്ന്. എങ്കിൽ പിന്നെ ആദ്യം കളയേണ്ടത് ജുറേലിനെ ആയിരുന്നു, അങ്ങനെ തിളങ്ങണമെന്നായിരുന്നു ഇരുന്നതിൽ. പക്ഷെ ജുറേലിനെ നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും അതാണ് എനിക്ക്. പിന്നെ പക്ഷേ ബോൾട്ടിനെയും കളഞ്ഞു, ചഹലിനെയും കളഞ്ഞു. പക്ഷേ കൊണ്ടുവന്നേക്കുന്ന ആരെയാ, ജോഫ്ര ആർച്ചറെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അറിയില്ല, പുള്ളി പരിക്കൊക്കെ മാറിയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അത്ര ഫോമല്ല. അതുകൊണ്ട് പിന്നെ ഹസരംഗേനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹസരംഗേനെ കൊണ്ടുവന്നത് നല്ല ഓപ്ഷനാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർച്ചറും ഹസരംഗയും വിദേശ കളിക്കാരാണ്. പിന്നെ ഓൾറെഡി നിലനിർത്തിയേക്കണ ഇവരുണ്ട്. അതൊക്കെയാണ് ഒരു വിഷയമുള്ളത്. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ രാജസ്ഥാൻ്റെ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചതാണ് വൈഭവ്, 13 വയസ്സുള്ള പയ്യനെ എടുത്തു എന്ന് പറഞ്ഞാണ് രാജസ്ഥാൻ ഭയങ്കര വാർത്തയിൽ വന്നത്. 1.1 കോടി. അത് ഇപ്പം 11 പ്ലെയിൻ ലെവലിൽ ഉണ്ടാവും എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായ നല്ല നമുക്കൊരു എന്താ പറയുക ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഇത്രയും ചെറിയ പയ്യൻ കളിക്കുമ്പോൾ കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്നുള്ളൂ. പിന്നെ പ്രോബബിൾ 11 എന്ന് പറയുന്നത് മിക്കവാറും എന്തായാലും ഉറപ്പാണ്. ജയ്സ്വാൾ, സഞ്ജു സാംസൺ, നിതീഷ് റാണ, പരാഗ്, ഹെറ്റ്മേയർ, ജുറേൽ, പിന്നെ ശുഭം ഡൂബെ ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ഹസരംഗ, ആർച്ചർ, മഹീഷ് തീക്ഷണ, ദേശ്പാണ്ഡെ, സന്ദീപ് ശർമ്മ. പക്ഷേ ബോളിംഗ് എനിക്ക് ഒട്ടും എന്താ പറയുക ഒരു കൺവിൻസ്ഡ് അല്ല. ഹസരംഗയൊക്കെ നന്നായിട്ട് ഇവരൊന്നും പറയാൻ പറ്റില്ല. ആർച്ചറൊക്കെ നല്ല ഫോമിലാണെങ്കിൽ ഓക്കെ. പക്ഷേ ചഹലിനെ വിശ്വസിച്ച പോലെ ഹസരംഗേനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. അതാണ്. പക്ഷേ ഞാൻ ഒട്ടും പറയുന്നില്ല, ഈ ഒരു ടീം വെച്ചിട്ട് നമ്മൾ കളി തുടങ്ങിയാലാണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ഈ ഒരു ടീം വെച്ചിട്ട് ഒരു എന്താ പറയുക പ്ലേ ഓഫിലേക്കുള്ള ഒരു കയറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാനത് തീർത്തും എൻ്റെ ഒറ്റ പോളിലും 4ാമത്തെ പൊസിഷനിലും മത്സരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് ഈ ഒരു ടീമിൽ ഞാൻ ഒട്ടും സന്തുഷ്ടനല്ല. പക്ഷെ പറയാനില്ല, നമുക്ക് നോക്കാം. കളി വരുമ്പോഴാണല്ലോ അറിയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. പിന്നെ ഉള്ളതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2ാമത്തെ ഫേവറേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സ്. നമുക്കറിയാം നമ്മുടെ ധോണി നയിക്കുന്ന ടീമാണ്. ധോണി അൺക്യാപ്ഡായിട്ട് അവർ നിലനിർത്തിയതാണ്. പിന്നെ ഗെയ്ക്വാദാണ് ക്യാപ്റ്റൻ. പിന്നെ ജഡേജയുണ്ട്. മതീഷ പത്തിരാനേനെ അവർ നിലനിർത്തിയത്. പിന്നെ നമ്മുടെ ശിവൻ ഡൂബേനെയാണ് നിലനിർത്തിയത്. അവരെ ഏറ്റവും കൂടുതൽ വിളിച്ചെടുത്ത് നൂർ അഹമ്മദിനെയാണ്. ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് സ്പിന്നേഴ്സിനെ കേട്ടോ. അത് നമുക്കറിയാൻ വെച്ചു. നമ്മുടെ ചെന്നൈയിലെ പിച്ച് ഫുള്ള് സ്പിന്നേഴ്സിനെ പിന്തുണയ്ക്കും. പിന്നെ കൂടുതലും ഇവർ ഫോക്കസ് ചെയ്തത് നമ്മുടെ ഓൾറൗണ്ടേഴ്സിന്. അത് എന്നും ചെന്നൈ അങ്ങനെയാണ് കേട്ടോ, ഓൾറൗണ്ടേഴ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം അത് നമുക്ക് കൂടുതൽ ഗുണം ഉണ്ടാകുന്നവരാണ്. രാഹുൽ ത്രിപാഠിനെ എടുത്തിട്ടുണ്ട്. പൊസിഷൻ 3 കളിപ്പിക്കാൻ പറ്റിയ ഒരാളാണ്. പിന്നെ അവരെടുത്ത 2 പേരാണ് എനിക്ക് ഒട്ടും തീരെ ഇഷ്ടമല്ലാത്ത ദീപക് ഹൂഡയും വിജയ് ശങ്കറിനെയും. എനിക്ക് 2 പേരും ഇഷ്ടമല്ല.
അവരെടുത്തിട്ടുണ്ട്, കളിപ്പിക്കുകയായിരിക്കും എന്തായാലും എടുത്തല്ല. പിന്നെ ഒരു നല്ല പിക്കായിരുന്നു സാംകരൻ. പണ്ട് സാംകരൻ ചെന്നൈ കളിച്ചിട്ടുണ്ടായിരുന്ന അത് കഴിഞ്ഞ് നല്ല കോടികൾ മുടക്കിയാണ് പഞ്ചാബ് എടുത്തത്. പഞ്ചാബ് ക്യാപ്റ്റനാക്കി വെച്ചിരുന്നേ. പക്ഷേ ഈ തവണ 2.4 കോടിയൊക്കെ ആണ് കിട്ടിയേക്കണേ. എന്താവും അറിയില്ല. നമുക്കത് നോക്കിയിരിക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. എന്താ പറയുക, നമുക്ക് നോക്കാം എങ്ങനെ കളിക്കും. കുറേ ബാക്കപ്സ് ഉണ്ട്, ഇന്ത്യൻ പേസേഴ്സൊക്കെ കുറേ ഉണ്ട്. 30 ലക്ഷം രൂപയ്ക്ക് കുറച്ച് പേരെ വിളിച്ചെടുത്തിട്ടുണ്ട്. പ്രോബബിൾ 11-ലേക്കൊന്നും വരാൻ നമ്മൾ ഈ കളി അനുസരിച്ചിരിക്കും. പിന്നെ നമുക്കറിയാലോ ധോണിയുടെ ഒരു ക്യാപ്റ്റൻസിയിലാണ് ചെന്നൈ നിൽക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ 11 പറയുകയാണെങ്കിൽ ഗെയ്ക്വാദ്, കോൺവോയിനെ അവർ അതിനെ കളഞ്ഞിട്ട് തിരിച്ചെടുത്താണ്. പിന്നെ രാഹുൽ ത്രിപാഠി, ശിവൻ ദുബെ, ദീപക് ഹൂഡ, ജഡേജ, സാംകരൻ, ധോണി, അശ്വിനെ തിരിച്ചു കൊണ്ടുവന്നത് നല്ല കാര്യം കേട്ടോ. അശ്വിനെ എനിക്ക് വേറെ ഏത് ടീമിൽ കളിക്കണേക്കാളും ഇഷ്ടം ചെന്നൈ കളിക്കണേ. അതാണ് പുള്ളിക്കാർ, എനിക്കത് ഇഷ്ടം. പിന്നെ പത്തിരാന, നൂർ അഹമ്മദ്, ഖാലിൽ അഹമ്മദ്, ഇതായിരിക്കും ഒരു പ്രോബബിൾ 11 എന്നാണ് എനിക്ക് തോന്നണേ. പക്ഷെ പറയാൻ പറ്റില്ല. പക്ഷെ ചെന്നൈ ഞാൻ പറയുകയാണെങ്കിൽ അവരൊരു എൻ്റെ ഫസ്റ്റ് 3-ലില്ല, ഈ 4ാമത്തെ പൊസിഷന് വേണ്ടി അടികൂടുന്ന എൻ്റെ ടീമുകളുണ്ടല്ലോ, ഗുജറാത്തിനെ പോലെ. അങ്ങനെ ഒരു ടീമാണ് ഞാൻ പറയുകയാണെങ്കിൽ ചെന്നൈ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മേജർലി ഫോക്കസ്ഡ് ഓൺ ധോണീസ് ക്യാപ്റ്റൻസി. പിന്നെ ഈ പറഞ്ഞ കുറേ കാര്യം, പിന്നെ എൻ്റെ ഒരു ഇഷ്ട ടീമാണെന്നുള്ളൊരു കൺസിഡറേഷനും കൂടി അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ പക്ഷേ ഈ 4ാമത്തെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കപ്പടിക്കും. അങ്ങനൊരു പ്രശ്നം ചെന്നൈക്കുണ്ട്. അതിനൊരു ഭയങ്കര ഇതുള്ള ഒരു ടീമാണ്, പൊട്ടൻഷ്യലുള്ള ടീമാണ്. അവർക്ക് എന്താ പറയുക, സൂചി കുത്താനൊരു സ്ഥലം കൊടുത്താൽ മതി, ബാക്കി അവർ നോക്കിക്കോളും. അങ്ങനെ ഒരു ടീമാണ്. ഇനി നമ്മൾ RCBയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം വിരാട് കോഹ്ലിനെയും പട്ടിദാറിനെയും യാഷ് ദയാലിനെയാണ് അവർ നിലനിർത്തിയത്. ബെസ്റ്റ് പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേസൽവുഡിനെ കൊണ്ടുവന്നിട്ടുണ്ട് 12.5 കോടിക്ക്. പിന്നെ ഭുവനേശ്വർ കുമാറിനെ എടുത്തിട്ടുണ്ട്. അവരുടെ എന്നും പഴിയേക്കുന്ന ഒരു ഇതാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഭുവനേശ്വർ കുമാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ലിവിങ്സ്റ്റൺ കിട്ടിയത് 8.25 കോടിക്ക് കിട്ടിയത് നല്ലൊരു കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ സങ്കടം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ സിറാജിനെയും ഗ്ലെൻ മാക്സ്വെലിനെയും കളഞ്ഞു. അവർക്കൊന്നും RTM വണ്ടി വിളിക്കാൻ പോലും അവർക്കൊരു ഇതുണ്ടായിരുന്നില്ല. സിറാജിന് പകരം ഭുവനേശ്വർ കുമാർ വന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഗ്ലെൻ മാക്സ്വെൽ ലിവിങ്സ്റ്റൺ എടുത്തല്ലോ, അതുകൊണ്ട് അറിയില്ല. ഗ്ലെൻ മാക്സ്വെലിനൊക്കെ വളരെ തുച്ഛമായ വിലയ്ക്കാണ് പഞ്ചാബ് എടുത്തത്. പക്ഷെ ഇവർ RTM പോലും വിളിക്കാൻ നോക്കിയിരുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, നമുക്ക് നോക്കാം. ഒരു പ്രോബബിൾ 11 എന്ന് പറയുന്നത് എന്തായാലും വിരാട് കോഹ്ലി, പിന്നെ സാൾട്ട് ഉണ്ട്, ഫിൽ സാൾട്ട് ആയിരിക്കും മിക്കവാറും ഓപ്പണിങ് ഇറങ്ങുന്നത്. പിന്നെ പട്ടിദാറുണ്ട്, പിന്നെ ഒരു ജേക്കബ് ബെത്ത്ഹില്ലുണ്ട്, അവന് ചാൻസ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മ, മനോജ് പാണ്ഡേജ് കയറാൻ പ്രോബബിൾ 11 കിട്ടാനൊരു സാധ്യത. കൃണാൽ പാണ്ഡ്യനെ എടുത്താണ്. എനിക്ക് കൃണാൽ പാണ്ഡ്യനെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ RCBനെ എനിക്കൊരു ഇഷ്ടമുണ്ട്. എന്താണെന്നറിയില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഇഷ്ടം RCBയോട് എനിക്കുണ്ട്. പിന്നെ എനിക്ക് വിരാട് കോഹ്ലിയോടുള്ള ഇഷ്ടമായിരിക്കാം കേട്ടോ. ഈ കൃണാൽ പാണ്ഡ്യനെ നിർത്താൻ എനിക്കൊട്ട് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടമല്ലേ. അതുകൊണ്ട് ഭുവനേശ്വർ കുമാർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പിന്നെ റാഷിഖ് സലാം, ജോസ് ഹേസൽവുഡ്, യാഷ് ദയാൽ, ഇത്രയും പേരുണ്ട്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ മറ്റേ കോഹ്ലിയുടെ എല്ലാവരും കൂടി കൊണ്ട് ചിലപ്പോൾ ഒരു 4ാമത്തെ പൊസിഷൻ, ഞാൻ പറഞ്ഞില്ലേ, അടി ഉണ്ടാക്കാൻ പറ്റിയ 4ാമത്തെ പൊസിഷന് വേണ്ടി അടി ഉണ്ടാക്കാൻ പറ്റിയൊരു ടീമാണ് RCB. പക്ഷെ അറിയില്ല, എന്താ പറയുക, ഒട്ടും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ കൊടുക്കും. ആ ഒരു പൊസിഷൻ അടി ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് കൊടുക്കാം. എന്നാലും എനിക്ക് അത്ര ഇതില്ല കേട്ടോ. കാരണം നമ്മൾ ഈ അവരോട് ഒരു അടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടും ഫ്ലോപ്പ് ആവാം. എന്താ പറയുക, അങ്ങനെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല വ്യക്തമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഹേസൽവുഡ് ഉണ്ട് ബോളിങ്ങിലെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരെത്ര അടിച്ചാലും, ടീം അടിച്ചാലും, ബോളേഴ്സ് ചെണ്ടകളായതുകൊണ്ട് എന്താ പറയുക, ഇത് ഏതൊരു ടീമാണെന്നുള്ളൊരു പേരുദോഷം RCBക്ക് ഉണ്ട്. അപ്പോൾ RCBയുടെ കാര്യം എന്നും അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവന്മാർ കളിച്ച് അടിച്ച് പൊളിച്ച് പ്ലേ ഓഫ് കയറാം, ചിലപ്പോൾ ഇല്ല, ഒന്നുമില്ല, നമുക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പ്യുവർലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിലനിൽക്കാം. അതുകൊണ്ട് പക്ഷെ ഞാൻ 4ാം സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, അവരവിടെ നിൽക്കട്ടെ അല്ലേ. നോക്കാം, നമുക്ക് ഡൽഹീനെ നോക്കാം. ഡൽഹി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ടീമാണ് കേട്ടോ. ആകെ പണ്ട് സേവാഗ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാത്രമായിരുന്നു എനിക്ക് ഡൽഹി ഇഷ്ടം. ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ടീമാണ്. അസർ പട്ടേലിനെ അവർ നിലനിർത്തിയതാണ്. കുൽദീപ് യാദവ് ഉണ്ട്,
പിന്നെ സ്റ്റെപ്സ് ഉണ്ട്, അഭിഷേക് പോറലുണ്ട്. ഇത്രയും പേരെയാണ് നിലനിർത്തിയത്. എടുത്തതിൽ മെയിൻ കെ എൽ രാഹുൽ തന്നെയാണ്. കെ എൽ രാഹുലിനെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മിച്ചൽ സ്റ്റാർക്കിനെ എടുത്തിട്ടുണ്ട്, നടരാജനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരെയും കൊണ്ടുവന്നിട്ടുണ്ട്. കുൽദീപ് യാദവ് പിന്നെ ബാക്കപ്പായിട്ടൊരു ആളെ വേണമെന്ന് നോക്കിയെങ്കിലും സെറ്റായിട്ടില്ല. അഭിഷേക് പോറൽ നമ്മളൊരു എന്താ പറയുക, നമുക്കൊരു അയാളെ ഒന്ന് നോക്കി നിൽക്കേണ്ട ഒരാളാണ്. പിന്നെ ഹാരി ബ്രൂക്ക് നമുക്ക് എന്താ പറയുക, നമ്മളൊന്ന് കരുതിയിരിക്കേണ്ട ആളാണ്. ഞാൻ പറയണേ പ്രോബബിൾ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്ഗൂർക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ജെയ്ക്ക് ഫ്രാസർ മക്ഗൂർക്ക്, പുള്ളിക്കൊരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിനെ ഇറക്കുമായിരിക്കും. കെ എൽ രാഹുൽ എന്തായാലും ഉണ്ടാവും, പുള്ളിനെ ആയിരിക്കും ക്യാപ്റ്റൻ. പിന്നെ അഭിഷേക് പോറൽ, ഹാരി ബ്രൂക്ക്, സ്റ്റെപ്സ്, അശുതോഷ് ശർമ്മ, അസർ പട്ടേൽ, മിച്ചൽ സ്റ്റാർക്ക്, കുൽദീപ് യാദവ്, നടരാജൻ, മുകേഷ് കുമാർ, മോഹിത് ശർമ്മ. ഇതാണ് ഒരു ടീം. എനിക്ക് ടീം തീരെ ഇഷ്ടമല്ല. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ടോ? ഇല്ല. എനിക്കൊട്ടും സാധ്യത ഞാൻ കൽപ്പിക്കുന്നില്ല ഇവരൊരു പ്ലേ ഓഫിലേക്ക് എത്തുന്ന, പക്ഷെ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ഞാൻ ഇവരെ ഒരിക്കലും ഒരു പ്ലേ ഓഫ് സാധ്യത കൽപ്പിക്കുന്ന ടീമായിട്ട് കൂട്ടുന്നില്ല. പിന്നെ വരികയാണെങ്കിൽ കൊൽക്കത്ത, എനിക്ക് ഭയങ്കര അവരെ നിലനിർത്തിയേക്കുന്ന, അവർ റീഡെയിൻ ചെയ്തിരിക്കുന്ന പ്ലെയേഴ്സ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടവരാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള ടീമൊന്നുമല്ല, പക്ഷേ റിങ്കു സിംഗ്, ആൻഡ്രസിൽ സുനിൽ നരേൻ, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, രമദീപ് സിംഗ്, നല്ല ടീമിനെയാണ് അവർ നിലനിർത്തിയേക്കുന്നത്. പോരാത്തതിന് വിളിച്ചെടുത്തതിൽ ഡീകോക്കിനെ കിട്ടി കേട്ടോ. 3.6 കോടിക്ക് ഡീകോക്കിനെ കിട്ടിയത് നല്ലൊരു ഇതാണ്. കാരണം എന്താ പറയുക, പിന്നെ അതുപോലെ ഡീകോക്കല്ല, വെങ്കിട്ടേഷ് അയ്യർ വിട്ട് കളഞ്ഞിട്ട് അവന്മാർ 23.3 കോടിക്കാണ് വെങ്കിട്ടേഷ് അയ്യരെ തിരിച്ചു കൊണ്ടുവന്നത്. കാരണം അത്രയും പുള്ളി ആ ടീമിന് വേണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അജിങ്ക്യ രഹാനെ അവർ ആദ്യം അൺസോൾഡ് പിന്നെ അവർ തിരിച്ച് എടുത്തു. അത് നല്ല. അജിങ്ക്യ രഹാനയ്ക്ക് എന്തായാലും ചാൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഉമ്രാൻ മാലിക്കിനെ എടുത്തിട്ടുണ്ട്, പുള്ളി ആദ്യം അൺസോൾഡ് ഉമ്രാൻ മാലിക്കിനൊക്കെ അവസരം കിട്ടുമെന്നുള്ളതാണ് എനിക്കറിയില്ല കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രിച്ച് നോർക്കേനെയൊക്കെ എടുത്തിട്ടുണ്ട്. എന്താ പക്ഷെ കഴിഞ്ഞ IPL പുള്ളി നല്ല അടി വാങ്ങിയതാണ്. അതുകൊണ്ട് ഈ തവണ എന്താവോ ഒന്നും അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 11 പ്രോബിൾ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ നരേൻ ഉണ്ടാവും, റമനുള്ള ഗുർബാസ് ഉണ്ടാവും, ആംഗ്രീഷ് രഘുവംശി ഉണ്ട്. പിന്നെ അയ്യര് മനീഷ് പാണ്ഡേനെയോ രഹാനേനെയോ മറ്റു കളിപ്പിക്കാൻ എനിക്ക് സാധ്യത. റിങ്കു സിംഗ് ഉണ്ട്, അണ്ടർസെല്, രമദീപ് സിംഗ്, ഹർഷിത് റാണ, നോക്കെ, ചക്രവർത്തി, വൈനവ് പർവറ. ഇവരും എൻ്റെ ഒരു എനിക്കറിയില്ല, ചിലപ്പോൾ പ്ലേ ഓഫ് ഇട്ടുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻസ് ആണല്ലോ. അപ്പോൾ അവർ ആ കോറ് മാറ്റിയിട്ടില്ല. ആ കോറ് തകർക്കാണ്ട് തന്നെയാണ് ടീമിലേക്ക് ഒരു കൂട്ടിച്ചേർക്കലാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവരെൻ്റെ ഒരു ഞാൻ പറയുമ്പോൾ ഇവർ കയറാൻ സാധ്യതയുള്ളൊരു ടീമാണ് കേട്ടോ. പ്ലേ ഓഫ് കളിക്കാൻ സാധ്യതയുള്ളൊരു ടീമാണ്. ഈ പറഞ്ഞ പോലെ സാധ്യതയുണ്ട്. പിന്നെ ഗൗതം ഗംഭീറൊന്നും ഇല്ല. കഴിഞ്ഞ തവണ ഇവർ കൊൽക്കത്ത കപ്പടിച്ചപ്പോൾ വളരെയേറെ കൂടുതൽ പ്രശംസ കിട്ടിയ ഒരാളാണ് ഗൗതം ഗംഭീർ. ഇത്തവണ പുള്ളിയില്ല. അതുകൊണ്ട് എന്താ പുള്ളിയാണോ അല്ലയോ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നോക്കാം. ചിലപ്പോൾ പ്ലേ ഓഫ് സാധ്യതയുള്ളൊരു ടീമാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ അടുത്തതിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബാണ്. പഞ്ചാബ് എനിക്ക് പണ്ട് എൻ്റെ IPL തുടങ്ങിയ കാലത്ത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമായിരുന്നു പഞ്ചാബ്. നമ്മൾ യുവരാജനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് യുവരാജനെ പിന്നെ തിരിച്ചെടുത്തിട്ട് അവർ എന്താ പറയുക ചവിട്ടുവിട്ടായിട്ടിട്ടല്ലോ. അത് പിന്നെ എനിക്കത്ര ഇഷ്ടമല്ല. ആകെ ഇവർ 2 പേരെയാണ് നിലനിർത്തിയത്. ഒന്ന് ശശാങ്ക് സിംഗിനെ, ഒന്ന് പ്രഭ്സിമ്രാൻ സിംഗിനെ. പിന്നെ വിളിച്ചെടുത്ത ശ്രേയസ് അയ്യർ 26.3 കോടി. ശ്രേയസ് അയ്യർക്ക് 26.3 കോടിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഋഷഭ് പന്ത് 27 കോടിക്ക് ഉണ്ടെങ്കിൽ അയ്യർ 26.3 കോടിക്ക് ഉണ്ടോ എന്നും അറിയത്തില്ല. എന്താ പറയുക, എനിക്ക് പന്തിന് അത്ര ഇഷ്ടമല്ല. പക്ഷേ പന്തിനേക്കാളും എനിക്ക് ശ്രേയസ് അയ്യർ ഇഷ്ടമാണ്. പക്ഷേ 26.3 കോടിക്ക് ഉണ്ടോ എന്നറിയില്ല. പിന്നെ സ്റ്റോണീസിനെ കിട്ടിയിട്ടുണ്ട്. ഗ്ലെൻ മാക്സ്വെലിനെ 4.2 കോടിക്ക് കിട്ടിയത് വളരെ ലാഭമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ്വെൽ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഞ്ചാബി കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്തിനാണ് ഇവർ എടുത്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഹർഷ്ദീപ് സിംഗിനെ 18 കോടിക്ക് കിട്ടിയത് വെറുത്താണ്. ഏറ്റവും നല്ല T20 ബോളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചഹൽ ഞാൻ പറയട്ടെ, നല്ല 2020 ഏറ്റവും നന്നായിട്ട് സ്പിൻ അറിയുന്ന ആൾ ചഹലാണ്. പക്ഷേ ഇത്രയും കോടിക്ക് ഉണ്ടോ എന്നുള്ളത് കണ്ടറിയണം. കാരണം
പറയാൻ പറ്റില്ല കേട്ടോ. ഒരു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചഹലിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. മറ്റേ രാജസ്ഥാനിൽ നിന്ന് ചഹൽ പോയത് എനിക്ക് ഭയങ്കര വിഷമമായി. പക്ഷേ ഇത്രയും കോടിക്കാണ് ഇവർ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ പ്രോ ബോൾ 11 എന്ന് പറഞ്ഞാൽ ഒന്ന് സിമ്രാൻ സിംഗ്, മാർക്കസ് ടോണിസ്, ശ്രേയസ് അയ്യർ, ഗ്ലെൻ മാക്സ്വെൽ, ഒരു ജോഷ് ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ നെഹാൽ വധേര ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പിന്നെ ശശാങ്ക് സിംഗ്, മാർക്കോ ജെയിൻസൺ ഉണ്ട്, പിന്നെ ഹർപ്രീത് ബ്രാർ, പിന്നെ ഹർഷ്ദീപ് സിംഗ്, ചഹൽ, വിജയകുമാർ വൈശാഖ്, ഇവരൊക്കെയാണ്. പക്ഷെ പഞ്ചാബ് ഒരിക്കലും ഒരു എന്താ ഇതിലേക്ക് എത്തുമോ, പ്ലേ ഓഫിലേക്ക് എത്തുമോ എന്നുള്ള കാര്യമൊക്കെ സംശയമാണ്. ഞാൻ പറഞ്ഞ പോലെ അപ്പം ഇത്രയും പ്ലെയേഴ്സൊക്കെയാണ് നമ്മൾ, എത്രയും ടീമിനെയാണ് നമ്മൾ അനലൈസ് ചെയ്തത്. ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ, സൺറൈസേഴ്സ് ഹൈദരാബാദ്, മുംബൈ ഇന്ത്യൻസ്, KKR. പിന്നെ 4ാമത്തെ പൊസിഷന് വേണ്ടി അടിയുണ്ടാക്കുന്നവരാണ് ചെന്നൈ, RCB, ഗുജറാത്ത്. ഇതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വേരിയേഷൻ വരാം. അപ്പം ഞാൻ പറയുന്നത് ഇത്രയും പേർക്കാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് തിങ്ക് ചെയ്യുമ്പോൾ ഞാൻ പ്ലേ ഓഫ് സാധ്യത കൽപ്പിക്കുന്നത്. അതിൽ തന്നെ ഞാനൊരു എന്താ പറയുക, ഒരു രാജസ്ഥാൻ ഫാനാണ് കേട്ടോ. അപ്പം നമ്മൾ നിഷ്പക്ഷമായി കാര്യങ്ങൾ പറയണമല്ലോ അനലൈസ് ചെയ്തിട്ട്. ഏറ്റവും ഇതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ പ്ലേ ഓഫ് കയറി കപ്പടിക്കുകയാണെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഞാൻ ഈ പറഞ്ഞൊരു ഇത് വെച്ചിട്ട് എനിക്കത് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെന്തായാലും പ്ലേ ഓഫിലുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് അത്രയും ടീം അവരുടെ സെറ്റാണ്. പിന്നെ ഉള്ളത് മുംബൈ ഇന്ത്യൻസ്, അവരെ ആർക്കും പരിക്കൊന്നും പറ്റിയില്ല. ഇതേ ടീം ബിൽഡ് ചെയ്യാൻ പറ്റി അവരെന്തായാലും കയറും, പ്ലേ ഓഫ് കയറും. പിന്നെ എനിക്ക് ഡൗട്ടുള്ളവരാണ് ഗുജറാത്ത്, ചെന്നൈ, KKR, RCB. ഇവരിൽ ആരൊക്കെ എങ്ങനെയൊക്കെ കയറും എന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ പഞ്ചാബും രാജസ്ഥാനും ലക്നൗവും ഡൽഹിയും ഒന്നും എനിക്ക് തോന്നുന്നില്ല കയറാൻ സാധ്യത. പക്ഷേ കയറി കഴിഞ്ഞാൽ എനിക്ക് അവരെയാണ് ഏറ്റവും ഇഷ്ടം. ഈ പറഞ്ഞാൽ ഇപ്പോൾ ഈ രാജസ്ഥാൻ മറ്റേ ബട്ട്ലറൊക്കെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എന്താ പറയുക, പേടിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഇല്ല. സഞ്ജു ഓക്കെ, നമുക്കറിയാം സഞ്ജു അടിക്കും ഇത് ചെയ്യും. പക്ഷേ ആ ഒരു ഇത് കൊടുത്ത് ഒരു പ്ലെയർ വേണമല്ലോ. മറ്റേ ഇതിനൊക്കെ പകരം മറ്റേ ബോൾട്ടിനും ചകലിനും പകരം അസാരംഗേനെയും നമ്മുടെ ആർച്ചറേക്കും കൊണ്ടുവന്നു. പക്ഷെ ആ ഒരു ബട്ട്ലറിൻ്റെ നികത്ത് അവിടെ ആ ഒരു വിടവ് അവിടെ കിടക്കുകയാണ്. അത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. പിന്നെ RCB കോഹ്ലി ഉണ്ട്, ടീം സെറ്റാണ്, അവരതുകൊണ്ട് ഒരു സാധ്യതയുണ്ട്. ധോണി ഉള്ളതുകൊണ്ട് CSKയ്ക്ക് ഒരു ഓപ്ഷൻ ഞാൻ പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ഓൾറെഡി ടീം സെറ്റാണ്. പിന്നെ ആശിഷ് നെഹ്റ ഉണ്ട്, അവർക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവർക്കൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പോലെ റഷീദ് ഖാൻ ആണെങ്കിൽ ആ 4 ഓവർ ടീമുകൾ മറന്നേക്കാൻ മറക്കുന്ന ഒരു 4 ഓവറാണ്. പിന്നെ ഞാൻ പറഞ്ഞ അടിയുണ്ടാക്കുന്ന ഒരാളാരായിരുന്നു, KKR ആയിരുന്നു. KKR ഞാൻ പറഞ്ഞത് പ്ലേ ഓഫിൽ വരുമെന്നായിരുന്നു. പക്ഷേ അവർ ഗംഭീറില്ല, കുറേ പേരെ കളഞ്ഞു. പക്ഷെ എന്നാലും റസലും നരേനും വെങ്കടേഷ് അയ്യരും എല്ലാവരും ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞൊരു മേജർ പ്ലെയർ മിസ്സിങ് ആണ് അല്ലേ. ശ്രേയസ് അയ്യർ ആയിരുന്നു ക്യാപ്റ്റൻ, ഇനിയിപ്പോൾ ആരാവെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊൽക്കത്തയ്ക്ക് അത്രയും ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഇതിൽ നിന്ന് ആര് കപ്പടിക്കുമെന്നാണ് നമ്മുടെ ചോദ്യമെങ്കിൽ, കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഞാൻ പറഞ്ഞില്ല അവരെന്തായാലും പ്ലേ ഓഫിലുണ്ടാവുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദ്, മുംബൈ ഇന്ത്യൻസ് ആണ് ഞാൻ കപ്പടിക്കാൻ ഈ ഒരു ടീം ലിസ്റ്റ് വെച്ചിട്ട് കപ്പടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഈ ചെന്നൈയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ പ്ലേ ഓഫിൽ ജസ്റ്റ് ഒരു പൊസിഷൻ അവർക്ക് കിട്ടിയാൽ മതി, അവർ ഇതിൻ്റെ കപ്പ് കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷേ പേഴ്സണലി എൻ്റെ ആഗ്രഹം രാജസ്ഥാൻ കപ്പടിക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും അനലൈസ് ചെയ്തതെന്ന് എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും വരുന്നുണ്ടല്ലോ, നമുക്ക് കാണാം ആര് കപ്പടിക്കും. ഓരോ കളിയും ഞാൻ വിചാരിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഓരോ കളിയും നമ്മൾ അനലൈസ് ചെയ്യും. അതായത് ജസ്റ്റ് ചെറിയ അനാലിസിസ്. അപ്പം നമുക്ക് എന്താ പറയുക, അറിയാലോ ആര് കപ്പടിക്കും. എന്തായാലും അടിപൊളിയായിരിക്കും. നമ്മൾ വെയിറ്റിംഗാണ്, കട്ട വെയിറ്റിംഗ്. IPL വേണ്ടി 2025 IPL വേണ്ടി കട്ട വെയിറ്റിംഗാണ്. ലേലൊക്കെ വന്നതോടെ നമ്മളൊന്ന് ഊർജ്ജമായിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് IPL ഒക്കെ വരട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അനാലിസിസ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. ഓക്കെ.